ആ യെരുശലേമിന്റെ നാശത്തിന്റെ കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? അത് യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറയുന്നു, ആ യെരുശലേമിന്റെയും യഹൂദന്മാരുടെയും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം വെച്ച് ഇറങ്ങി വന്നതിനെ ഇവർ തള്ളിക്കളഞ്ഞപ്പോഴ് യേശുക്രിസ്തു അവരോട് ഇങ്ങനെ പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയൻ കീഴിൽ പാർപ്പിക്കുന്നവര് പോലെ നിങ്ങളെ പാർപ്പിക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ഒരിക്കൽ കൂടെ പറയാം, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കലേക്ക് അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞിനെ ചെറിയൻ കീഴിൽ പാർപ്പിക്കുന്നത് പോലെ നിങ്ങളെ പാർപ്പിക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. എന്നാൽ നിനക്കോ മനസ്സായില്ല. ആ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ഇനി എന്നെ കാണുകയുമില്ല. അതേ പ്രിയപ്പെട്ടവരെ, യെരുശലേമിന് സമാധാനം വരണമെങ്കിൽ, ഇസ്രായേൽ ജനത്തിന് സമാധാനം വരണമെങ്കിൽ അവർ യേശുക്രിസ്തുവിനെ കാണേണ്ടത് ആവശ്യമാണ്. അവർ യേശുക്രിസ്തുവിനെ കാണാൻ ഇന്നും ആശിക്കുന്നില്ല. അവർക്കെന്താണ്? അഹങ്കാരവും ഗർവവുമായിരിക്കുന്ന മനസ്സുണ്ട്. അവരുടെ സമ്പത്തിലും അവരുടെ ആരോഗ്യത്തിലും അവരുടെ ബുദ്ധിശാലിത്വത്തിലും അവരെന്താണ്? അവർ പ്രശംസിച്ചുകൊണ്ട് അവരുടെ ഏകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് ഇതാ സർവനാശത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ യെരുശലേമിനെ പറ്റി ഞാൻ പറഞ്ഞു. നിന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതം ഞാൻ പറയാം. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ഭവനത്തിന്റെ ആ ചുവരുകൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഇത് കേൾക്കുന്നുവെങ്കിൽ നിന്റെ അസമാധാനത്തിന്റെ കാര്യം എന്താണ്? നിന്റെ ദുഃഖത്തിന്റെ കാര്യം എന്താണ്? നിന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നശിച്ചു പോയതിന്റെ കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിച്ചില്ല. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ പ്രതീക്ഷിച്ചതുമില്ല. കത്തോലിക്കർ ഉൾപ്പെടെയുള്ള ക്രിസ്തീയ മതവിശ്വാസത്തോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് പാരമ്പര്യത്തെക്കാളുപരി യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കണ്ണുനീര് കൊണ്ട് തേങ്ങുന്നു. അതുകൊണ്ട് നിങ്ങൾ അപമാന ഭാരത്താൽ ദുഃഖിച്ച് ചിന്തിച്ചിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ന് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നുവോ, യെരുശലേമിലേക്ക് അല്ലെങ്കിൽ യഹൂദന്മാര് യേശുക്രിസ്തുവിനെ എന്ന് മടക്കി വരുവാൻ ആഗ്രഹിക്കുന്നുവോ, അന്ന് യേശുക്രിസ്തു മടങ്ങി വരികയും യെരുശലേമിലും യെരുശലേം മുഖാന്തരം സർവ്വഭൂമിയിലും സമാധാനം ഉണ്ടാകുന്നത് പോലെ നിന്റെ ദുഃഖനാളുകൾ തീരണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ നിന്റെ ഉള്ളങ്ങളിലേക്ക് നീ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അവൻ നിന്റെ ഹൃദയ സിംഹാസനത്തിൽ രാജാവായിട്ടിരിക്കുവാൻ വാഴിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് സമാധാനം വരും.